ബഡ്ജറ്റ് 2026 ഇന്ത്യയുടെ ഭാവി ഗ്രോത്തിനെ ലക്ഷ്യമിടുന്ന ഒരു വിഷൻ ബഡ്ജറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ഒരു ബഡ്ജറ്റ് അവരുടെ 9ാമത്തെ തുടർച്ചയായ ബഡ്ജറ്റാണ്. ഗ്രോത്ത്, സ്റ്റെബിലിറ്റി, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഈ 3 കാര്യങ്ങളും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് 3 പ്രധാന കർത്തവ്യാസാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വഴി സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക, ടാക്സ് റിലീഫ് വഴി ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക, ഗ്രാമ നഗര വ്യത്യാസം കുറച്ച് എല്ലാവർക്കും വളർച്ച എത്തിക്കുക. ഇതാണ് ഓവറോൾ ഡിറക്ഷൻ. ബഡ്ജറ്റ് 2026 ഈ ഒരു ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് 12.2 lakh crore ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നാണ്. റോഡ്സ്, ഹൈവേസ്, റെയിൽവേസ്, മെട്രോ പ്രോജക്ട് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ നേരിട്ടുള്ള ഇമ്പാക്ട് ജോബ് ക്രിയേഷനിലും ലോങ് ടേം എക്കണോമിക് ഗ്രോത്തിലും കാണാൻ സാധിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ഗ്രോത്ത് ആണ് ഈ ഒരു ബഡ്ജറ്റിന്റെ കോർ ഐഡിയ തന്നെ. കണക്ടിവിറ്റി റെവല്യൂഷൻ എന്ന നിലയിൽ 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോർസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി മുംബൈ, മുംബൈ ചെന്നൈ, ഡൽഹി കൊൽക്കത്ത പോലെയുള്ള റൂട്ട്സ് യാത്രാ സമയം ഡ്രാസ്റ്റിക്കലി കുറയും. ടയർ 2, ടയർ 3 സിറ്റീസിനും കണക്ടിവിറ്റി മെച്ചപ്പെടുന്നതോടെ ടൂറിസത്തിനും ബിസിനസ് ആക്ടിവിറ്റിക്കും വലിയൊരു ബൂസ്റ്റ് ലഭിക്കുകയും ചെയ്യും. MSME മേഖലയ്ക്ക് ഈ ഒരു ബഡ്ജറ്റ് വളരെ പോസിറ്റീവാണ്. 10,000 കോടി SME ഗ്രോത്ത് ഫണ്ട്, 2,000 കോടി ലിക്വിഡിറ്റി സപ്പോർട്ട്, ഇതെല്ലാം തന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ബ്രീത്തിങ് സ്പേസ് നൽകുന്നതാണ്. MSMEനെ എക്കണോമിക് ബാക്ക് ബോൺ ആയി സർക്കാർ കണക്കാക്കുന്നുവെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഫ്യൂച്ചർ റെഡി സെക്ടറുകളിലേക്ക് ഗവൺമെന്റ് വലിയ ഫോക്കസ് നൽകുന്നുണ്ട്. ബയോഫാർമ, ക്രിട്ടിക്കൽ മിനറൽസ്, ടെക്സ്റ്റൈൽസ്, സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഇവയിൽ ഇന്ത്യയെ ഗ്ലോബൽ പ്ലെയർ ആക്കുക എന്നതാണ് ലക്ഷ്യം. എസ്പെഷ്യലി സെമി കണ്ടക്ടർ മിഷൻ 2.0 ലോങ് ടേം ടെക്നോളജി ലീഡർഷിപ്പിലേക്ക് ഉള്ള ഒരു സ്ട്രോങ് സിഗ്നൽ കൂടിയാണ്. അഗ്രികൾച്ചറിലും റൂറൽ എക്കണോമിയിലും ഹൈ വാല്യൂ ക്രോപ്സിന് കൂടുതൽ സപ്പോർട്ട് നൽകും. കോക്കനട്ട്, കാഷ്യൂ പോലുള്ള ക്രോപ്സ്, ഖാദി, ഹാൻഡ്ലൂം ഇനീഷ്യേറ്റീവ്സ്, കൂടാതെ 20 പുതിയ നാഷണൽ വാട്ടർവേസ് ഇതെല്ലാം റൂറൽ ഇൻകം ഡൈവേഴ്സിഫൈ ചെയ്യാനും ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. ടാക്സ് റിലീഫിന്റെ കാര്യത്തിലും സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു നല്ലൊരു വാർത്തയാണ്. ITR ഫയലിംഗ് ഡെഡ് ലൈൻ ഡിസംബർ 31 വരെ നീട്ടി. ഫോറിൻ ടൂർസ്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ എക്സ്പെൻസസ്, എബ്രോഡ് എന്നിവയ്ക്ക് TCS കുറച്ചു. പേഴ്സണൽ ഇമ്പോർട്ട്സിന് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതും ഹെൽത്ത് കെയറിന് നൽകിയ ഡ്യൂട്ടി എക്സെപ്ഷൻസും റിലീഫ് നൽകുന്ന നടപടികളാണ്. ഫിസിക്കൽ ഡിസിപ്ലിൻ ഈ ഒരു ബഡ്ജറ്റിൽ സ്ട്രോങ് ആയി തുടരുന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് 4.3 ആയി കൺട്രോൾ ചെയ്യാനാണ് ലക്ഷ്യം. ഡെപ്റ്റ് ടു GDP റേഷ്യോ കുറയ്ക്കാനുള്ള ശ്രമം മാർക്കറ്റിന് പോസിറ്റീവ് സിഗ്നൽ നൽകുന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന് സ്റ്റെബിലിറ്റിയും കോൺഫിഡൻസും ഇതിലൂടെ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ട്രേഡേഴ്സിന് ഒരു കോഷൻ പോയിന്റ് കൂടിയുണ്ട്. STT ഹൈക്ക്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ ട്രേഡിംഗിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആക്റ്റീവ് F&O ട്രേഡേഴ്സിന് ഇത് പ്രോഫിറ്റ് മാർജിനെ ബാധിക്കുന്നതാണ്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനും ഇത് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ഓവറോളായി നോക്കുമ്പോൾ യൂണിയൻ ബഡ്ജറ്റ് 2026 ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിംഗ്, MSME സെക്ടേഴ്സിനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഷോർട്ട് ടൈം ട്രേഡേഴ്സിന് മിക്സ്ഡ് സിഗ്നൽസ് ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് ആണ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും.